ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം. ഇതിപ്പം കർക്കിടക മാസമെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അല്ലേ. അപ്പൊ ഈ കർക്കിടക മാസം കർക്കിടക കഞ്ഞി, കർക്കിടക മരുന്ന്, അതേപോലെ തന്നെ പത്തില വറക്കല്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ അപ്പൊ ഈ കർക്കിടക മാസത്തിൽ വറക്കുന്ന കുറച്ച് പത്തിലകളെ കുറിച്ച് നമുക്ക് അറിയാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഏതൊക്കെ ഇലകളാണ് അതിൽ വരുന്നതെന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്ന് വെച്ചാൽ ഈ ഇലകള് ഓരോ നാട്ടിലും ഓരോ തരത്തിലായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മളിങ്ങോട്ട് വറക്കുന്ന ഇലകളായിരിക്കില്ല വേറെ ഏതെങ്കിലും നാട്ടിൽ വറക്കുവാക്കുകയും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മളിങ്ങോട്ട് ഏതൊക്കെ ഇലകളാണ് ഈ പത്തിലയിൽ വരുന്നത് എന്നതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്കത് ഏതൊക്കെ ഇലകളാണെന്ന് നോക്കാട്ടാ. പത്തിലയിൽ നമ്മൾ ആദ്യം പറയുന്നത് കുമ്പളത്തിന്റെ ഇലയാന്ന് കേട്ടാ. ഇത് ഈ കാണുന്നത് എളോം കുമ്പളത്തിന്റെ ഇലയാന്ന്. മത്തം കുമ്പളത്തിന്റെ ഇലയും വറക്കും, പക്ഷെ ഈ കാണുന്നത് എളോം കുമ്പളത്തിന്റെ ഇലയാണ്. ഇതിൽ നാരുകളെല്ലാം ഉള്ളതുകൊണ്ട് അത് നമ്മളെ ദഹനത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി ഒക്കെ ഉണ്ട്. അത് രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ്. ഈ കാണുന്നത് നമ്മളെ ചേമ്പിലയാണ് കേട്ടാ. ഈ ചേമ്പിലയിൽ ജീവകം, ആർ, സി, കാൽസ്യം, ഇരുമ്പ്, ധാരാളം ഭക്ഷ്യനാരുകളെല്ലാം ഉണ്ട് കേട്ടാ. അത് നമ്മളെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനത്തിനെല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്കും ഈ ചേമ്പില നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഈ കാണുന്നതാണ് തവരച്ചെടി കേട്ടാ. നമ്മളിങ്ങോട്ട് ഇതിനെ തവരാന്നട്ടാ പറയല്. നിങ്ങളങ്ങോട്ട് എന്നാ പറയാൻ നമുക്കറിയില്ല. ചിലപ്പോ ഓരോ സ്ഥലത്ത് ഓരോന്ന് പേരായിരിക്കും പറയുന്നുണ്ടാവുക. പിന്നെ ഇതിന്ന് വെച്ചാൽ ഇതിന് ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനെല്ലാം നല്ലതാണ്. ഇതിലും നാരുകളുണ്ട്. അതുകൊണ്ട് തന്നെ കുടലിന്റെ ആരോഗ്യത്തിനെല്ലാം ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടാ. ഈ കാണുന്നത് എന്നാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഇത് ചീരിയാണ് കേട്ടാ. ഇത് സുന്ദരി ചീരിയാന്നേ. ഇതിന്റെ തണ്ട് റോസും ഇല പച്ചയായിരിക്കും കേട്ടാ. മഴക്കാലമായോണ്ട് തന്നെ മൊത്തം കുത്തു വീണിനി പച്ചത്തുള്ളനും മറ്റു പ്രാണികളെല്ലാം തിന്നിട്ട്. പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ചീരനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ഇരുമ്പ്, കാൽസ്യം, വിറ്റാമിൻ എ, സി, നാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അസ്ഥികളുടെയും പല്ലിന്റെയും കണ്ണിന്റെയും ദഹനത്തിനെല്ലാം നല്ലതാണ് കേട്ടാ. പിന്നെ രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ്. പിന്നെ ഇതിൽ കലോറി കുറവാണ്. അതുകൊണ്ട് നമുക്കിതൊരു നല്ല ഭക്ഷണം കൂടിയാണ് കേട്ടോ ഈ ചീര. ഈ കാണുന്നത് എന്നാന്ന് മനസ്സിലായ? ഇത് കൊടുൂത്തിയാണ് കേട്ടാ. നമ്മളിങ്ങോട്ട് ഈ ഇലേനെ കൊടുൂത്താന്ന് കേട്ടാ പറയല്. ഇത് തൊട്ടാൽ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളാണ്. ഇതിന്റെ ഇലയോ തണ്ടോ തൊട്ടാൽ തന്നെ ചൊറിച്ചിലാണ്. പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ വറവാക്കാനെല്ലാം. ഇത് സന്ധിവേദന, പേശിവേദന, രോഗപ്രതിരോധ ശേഷിക്കെല്ലാം നല്ലതാണ് കേട്ടാ. ഇതിന്റെ ഇളം കളറില്ല ഇലയാന്ന് വറക്കാൻ ഉപയോഗിക്കുക. കട്ടിപ്പച്ച കളറില്ല ഇലയല്ല വറക്കുക. നല്ല തളിരില നോക്കിയിട്ടാണ് ഇത് വറക്കാൻ എടുക്കുന്നത് കേട്ടാ. ഇത് താളിലിയാണ് കേട്ടാ. നമ്മളിങ്ങോട്ട് ഇതിന് താളാഞ്ചപ്പ് എന്നാണ് കേട്ടാ പറയല്. ഇത് കാട്ടുചെടിയായിട്ടായിരിക്കും അധികാളും കണക്കാക്കല്. ഇത് നമ്മളെ ചേമ്പിലേന്റെ ആ ഒരു വർഗത്തിൽപ്പെട്ട സാധനം തന്നെയാണ് ഈ താളിലയും കേട്ടാ. ഇതില് ഇരുമ്പ് സത്തൊക്കെ ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ കാൽസ്യവും വിറ്റാമിൻ എ, ബി ഒക്കെ ഇതിലുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടാ. ഈ കാണുന്നത് നിങ്ങൾക്ക് എന്നാന്ന് മനസ്സിലായിക്കൊണ്ടല്ലോ. ഇതാണ് നമ്മളെ മുരിങ്ങച്ചപ്പ്, അതായത് മുരിങ്ങയില. അധികാളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും അറിയൊന്നുമില്ല കേട്ടാ. മഴക്കാലത്ത് മുരിങ്ങച്ചപ്പ് വറക്കൂല എന്നല്ലോ. അതെന്തിട്ടാന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടാ. ഈ മുരിങ്ങയിലയിൽ വിറ്റാമിൻ എ, സി, കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം എല്ലാം ഉണ്ട് കേട്ടാ. അതുകൊണ്ട് തന്നെ മുരിങ്ങയില പേശികളുടെയും നാഡികളുടെയും രോഗപ്രതിരോധ ശേഷിക്കും കണ്ണിനെല്ലാം നല്ലതാണ്. ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും. എന്നാലും ഞാൻ വെറുതെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടാ. ഈ കാണുന്നതാണ് നമ്മളെ സിലോൺ ജീര കേട്ടാ. നമ്മളിങ്ങോട്ട് ഇതിനെ സിലോൺ ജീര എന്നാണ് കേട്ടാ പറയല്. ഈ സിലോൺ ജീരയിൽ ധാരാളം നാരുകളുണ്ട്. അത് ദഹനത്തിനെല്ലാം നല്ലതാണ്. പിന്നെന്ന് വെച്ചാൽ ഇതിൽ വിറ്റാമിൻ എ, സി, ഇരുമ്പ്, കാൽസ്യം എല്ലാം ഉണ്ട് കേട്ടാ. ഈ കാണുന്നതില്ലേ ചായ മനസ്സിലാന്ന് കേട്ടാ. ഇതിന്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ ഇതിൽ പ്രോട്ടീനും നാരുകളെല്ലാം ഉണ്ട്. പിന്നെ വിറ്റാമിൻ എ, സി, കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം എല്ലാം ഉണ്ട് കേട്ടാ. ചില നാട്ടില് പത്തിലയില് ഇത് ഉൾപ്പെടുത്താറില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ല, ഓരോ നാട്ടിനനുസരിച്ച് ഈ പത്തിലയില് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇപ്പം പറഞ്ഞതിന് പുറമെ മത്തനില, പയറില, അകത്തീന്റെ ഇല, തഴുതാമ, കുടങ്ങല്, മധുരക്കിഴങ്ങിന്റെ ഇല, ബസളിച്ചേര ഇതൊക്കെ പത്തിലയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓരോ നാട്ടിനനുസരിച്ച് പത്തിലയില് മാറ്റം ഉണ്ടാവും കേട്ടാ.
ഇത് ഈ കാണുന്നതാണ് നമ്മളെ പത്തിലയിലെ 10ാമത്തെ ഇലയായ ചേനയില കേട്ടാ. ഈ ചേന ഇലയിൽ നാരുകളും വിറ്റാമിൻ എ, സി, പൊട്ടാസ്യം എല്ലാം ഉണ്ട് കേട്ടാ. പിന്നെ ആന്റി ഓക്സിഡന്റ് എല്ലാം ഉള്ളതുകൊണ്ട് അത് ശരീരകോശങ്ങളെ സംരക്ഷിക്കാനെല്ലാം നല്ലതാണ് കേട്ടാ. എൻ്റെ ഇന്നത്തെ പത്തിലേന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. അപ്പം പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.